പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ പഞ്ചാംഗത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വടക്കുള്ള പഞ്ചാംഗമല്ല തെക്കുള്ള പഞ്ചാംഗങ്ങൾ തമ്മിൽ വ്യത്യാസം വരുന്നു, ഒന്നാം തീയതി മാറിപ്പോണു എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ കേരളത്തിൽ വന്ന സമയത്ത് അതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി അതിലൊക്കെ വിജയിച്ച ഒരു സംഘടനയാണ്. അപ്പം അതിൻ്റെ ഉത്തരമേഖലാ സമ്മേളനം, വടക്കുള്ള ജില്ലകളുടെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള സമ്മേളനം നമ്മൾ ഈ വരുന്ന 18-ാം തീയതി ഇവിടെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. പയ്യന്നൂർ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇവിടെയല്ല, പയ്യന്നൂർ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അതെ, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഈ ജ്യോതിഷത്തിൻ്റെ ആചാര്യനായിട്ടുള്ള വരാഹമിഹിരാചാര്യൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഹോര തുടങ്ങിയതായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. അദ്ദേഹം വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ആളായിരുന്നു. ഒരു പക്ഷേ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയായിട്ടെന്ന് പറയാം. ഈ വളരെ അപൂർവങ്ങളായിട്ടുള്ള സത്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക്, ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ ഈ ശാസ്ത്രലോകമൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ്, അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അടർന്നുപോയ ഗ്രഹമാണ് ചൊവ്വ എന്നുള്ള ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വളരെ മുമ്പ് തന്നെ ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അഗാധമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ് വരാഹമിഹിരാചാര്യൻ. അദ്ദേഹം പ്രവചനം കൊണ്ട്, അതായത് ജ്യോതിഷത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രവചനമാണ്. ആ പ്രവചന രംഗത്തും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വരാഹമിഹിരൻ എന്ന് വിളിക്കുന്നത്. മിഹിരൻ എന്നാണ് ശരിയായ പേര്. വരാഹമിഹിരൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തെ ഈ ജ്യോതിഷ പ്രവചനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അത്ഭുത കഴിവുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കഥകളി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ കഥകളിയുടെ പ്രധാനപ്പെട്ട 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ചെത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ എന്ന് പറയുന്ന വ്യക്തി, മഹത് വ്യക്തി. അദ്ദേഹം അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അതുകൂടാണ്ട് പ്രശസ്തനായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനാണ്. നിരവധി വിദ്യാർത്ഥികളെ ജ്യോതിഷ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അച്ഛൻ അതിൻ്റെ പരമ്പരയായിട്ടൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹമാണ് ഭാരത പഞ്ചാംഗം എന്ന് പറയുന്ന പഞ്ചാംഗ ഗണിതം നടത്തുന്നതാണ്. പഞ്ചാംഗം രചിക്കുക എന്നുള്ളതാണ് ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു കഴിവ് തെളിയിക്കുന്ന രംഗം. അതിനുള്ള ഒക്കെ ചെയ്തിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ കഥകളിയും ഒക്കെ തന്നെ ചെയ്യുന്നത്. കഥകളിയുടെ രചനയും അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംവിധാനവും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേശവ നമ്പൂതിരി സാർ, കലാമണ്ഡലം കേശവ നമ്പൂതിരി. അദ്ദേഹം അവരെല്ലാം വിശദമായിട്ട് സംസാരിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തരുന്നത്. അപ്പോൾ അവരെ 2 പേരെ പരിചയപ്പെടുത്തുകയും ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ഒരു ജ്യോതിഷ സെമിനാറും നടത്തുന്നുണ്ട്. അത് തൊട്ടടുത്തുള്ള കൈരളി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മണിക്ക് സെമിനാർ ആരംഭിക്കും. അതിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് ഭദ്രദീപം തെളിയിപ്പിക്കും. പിന്നെ പയ്യന്നൂരിൽ തന്നെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ സദനം നാരായണ പൊതുവാൾ, അദ്ദേഹമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ആ ദിവസം ഈ വരാഹമിഹിരൻ കഥകളി കലാകാരന്മാരെ എല്ലാവരും ആ സദസ്സിൽ വെച്ചിട്ട് ആദരിക്കും. തുടർന്ന് വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മറത്തുകളി, ഞങ്ങളുടെ ഭാഗത്തേക്ക് അത് അധികം അറിയപ്പെടുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്. ആ മറത്തുകളിയും അന്ന് അവിടെ ഇതിനോടനുബന്ധിച്ച് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. ഒരു ജ്യോതിഷ സെമിനാറും നടത്തുന്നുണ്ട്. അത് പൂരക്കളിയും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ട് പീലിക്കോട് രാമചന്ദ്ര പണിക്കർ, അദ്ദേഹമാണ് ജ്യോതിഷ സെമിനാർ അവതരിപ്പിക്കുന്നത്. പിന്നെ മറുത്തുകളി ചെയ്യുന്നത് ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാരാണ് അധ്യക്ഷത. ശ്രീ മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ, ശ്രീ കൊടക്കാട് ജനാർദ്ദനൻ പണിക്കർ, ഇവർ തമ്മിലുള്ള സംവാദവും മറുത്തുകളിയാണ് അന്ന് നടക്കുന്നത്. ശേഷം രാത്രി 7 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കഥകളിയും അരങ്ങേറും. ഇനി നമ്മുടെ കഥകളിയെ പറ്റിയിട്ട് അതിൻ്റെ തുടക്കം, അതിന് ഇപ്പോഴത്തേതെല്ലാ കാര്യങ്ങളും ശ്രീ കലാമണ്ഡലം കേശവ നമ്പൂതിരി നമ്മുടെ വന്നിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നതാണ്. കേരളത്തിൻ്റെ തനത് കലയായ കഥകളി, ആ കഥകളിയിൽ പുരാണ കഥകളും ഭാരതം, രാമായണം, ഭാഗവതം എന്നീ കഥകളിൽ പുരാണങ്ങളിലെ കഥകളും മാത്രമായിരുന്നു ഒരു കാലത്ത് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ട് പിന്നീട് പുതിയ പുതിയ ആട്ടക്കഥകൾ വരികയും അത് രംഗത്ത് അവതരിപ്പിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആട്ടക്കഥ, അങ്ങനെയൊരു ആട്ടക്കഥയെ കഥകളി രൂപത്തിൽ ആദ്യമായിട്ടാണ്
ചെത്തല്ലൂർ ജ്യോതിഷ കലാലയം അന്വേഷിച്ച് അറിഞ്ഞ് അതിന് ഒരു ആട്ടക്കഥാരൂപത്തിലാക്കി അത് രംഗത്ത് അവതരിപ്പിക്കാനും സാധിച്ചത് എനിക്കാണ്. അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇതിലെ വേഷങ്ങളെ വെച്ചാൽ വിക്രമാദിത്യൻ്റെ രാജസദസ്സിലെ നവരത്നങ്ങളാണ് ഇതിലത്തെ കഥാപാത്രങ്ങൾ. കഥയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മഹാരാജാവിൻ്റെ സന്താനമില്ലായ്കയും തനിക്ക് ശേഷം രാജ്യഭരണം നടത്താൻ ആരെന്ന ചിന്ത മനസ്സിലുദിക്കുകയും ശിവനെ പ്രാർത്ഥിക്കുകയും അതിന് ഫലമായിട്ടാണ് രാജാവിനൊരു അരുമയായിട്ടൊരു കുട്ടിയുണ്ടാവുന്നു. ആ കുട്ടിക്ക് ഒരു അപമൃത്യു സംഭവിക്കുമെന്ന് ജ്യോത്സ്യൻ ഗണിച്ച് പറയുകയും ചെയ്തു. ആ ജ്യോത്സ്യനാണ് ഈ മിഹിരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അത് പറഞ്ഞത് പന്നിയുടെ തേറ്റ കൊണ്ടിട്ടാണ് പുത്രന് അപമൃത്യു ഉണ്ടാവുക എന്നാണ് പ്രവചിച്ചത്. സദസ്സിൽ മറ്റുള്ള ജ്യോതിഷികളെല്ലാവരും കുട്ടിയുടെ ജാതകം ഗണിച്ചപ്പോൾ വളരെ ഗംഭീരമാണ്, അത് നല്ല ജാതകമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ചക്രവർത്തി പദം അലങ്കരിക്കുന്നൊക്കെയുള്ള നല്ല നല്ല സൗഭാഗ്യങ്ങൾ ആണ് അവർ പ്രവചിച്ചത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിഹിരൻ എന്ന് പറഞ്ഞ ജ്യോതിഷി. അദ്ദേഹം അവർ പ്രവചിച്ചതിനെ പറ്റിയിട്ട് യാതൊന്നും തർക്കിക്കാനൊന്നിനും പോയില്ല. അവസാനം രാജാവിനോട് തുറന്ന് പറയേണ്ട ഒരു ധർമ്മസങ്കടം അദ്ദേഹത്തിന് തോന്നി. ഇവരെല്ലാവരും പറഞ്ഞത് നേരെ വിപരീതമാണ് ഫലിക്കാൻ പോണത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് രാജാവിനെ അറിയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ മനമില്ലാ മനസ്സോടെ രാജാവിനോട് ഇത് പ്രവചിക്കുകയാണ്. കുട്ടിക്ക് അപമൃത്യു സംഭവിക്കും, അത് എങ്ങനെയെന്നുള്ളതും സമയവും പിന്നീട് പറയാം എന്ന് പറയുകയും ആ സമയം പിന്നീട് അത് അറിയിക്കുകയും ചെയ്തു. സന്ധ്യാസമയത്താണ് അത് സംഭവിക്കുക. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമരിൽ തറച്ച ഒരു പന്നിയുടെ വരാഹം എന്നതിന് പറയാം, പന്നിയുടെ പ്രതിമ വീണിട്ട് അതിന് ചുവട്ടിൽ കുട്ടി പെട്ടുപോവുകയാണ്. ആ പന്നിയുടെ ആ കൊമ്പ് തറച്ചിട്ടാണ് ഈ അപമൃത്യു സംഭവിക്കുക എന്ന് പറയുകയും പറഞ്ഞ സമയത്ത് അത് സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിന് ശേഷമാണ് രാജാവ് ഇദ്ദേഹത്തിന് ഇയാൾ പ്രവചിച്ച പ്രവചനം ഫലിച്ചതിലുള്ള സന്തോഷം ഒരു നിലയ്ക്ക്, സങ്കടം മറ്റൊരു നിലയ്ക്കും, എന്തായാലും വേണ്ടില്ല ഈ മിഹിരന് വരാഹമിഹിരൻ എന്നുള്ള നാമധേയവും രാജകീയ പദവിയും നൽകി ആദരിച്ചു എന്നുള്ളതാണ് കഥ വരുന്നത്. പുൽപ്പള്ളി വയനാടാണ്. ഞാൻ വിജയകുമാർ. വരാഹമിഹിരൻ കഥകളി പറ്റിയിട്ട് പറയാം. ബാക്കി കാര്യം അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വരാഹമിഹിരൻ കഥകളി പറ്റി 2 വാക്ക് പറയാം. 2 വർഷം മുമ്പാണ് ഈ കഥകളി രൂപീകരിച്ച് ആദ്യമായി പാലക്കാട്. അന്ന് പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ അവരൊക്കെ പങ്കെടുത്തിരുന്നു ഇതിന് ഉദ്ഘാടനത്തിന്. ആദ്യത്തെ അവതരണം കഴിഞ്ഞു. രണ്ടാമത്തെ അരങ്ങ് ഇത് വടക്ക് ഭാഗത്ത് ഈ രണ്ടാമത്തെ അരങ്ങായിട്ടാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവ